Hi all, welcome to Master Key Academy. So ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള അറ്റ് ദ സെയിം ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദറ്റ് ഈസ് അബൌട്ട് മാംഗ്രൂവ്സ് ഓർ മാംഗ്രൂവ് എക്കോസിസ്റ്റം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ സെഷൻ. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ മൊഡ്യൂൾ 7 അക്വാറ്റിക് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന, അതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മാംഗ്രൂവ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്താണ് മാംഗ്രൂവ്സ്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ഗ്ലോബലി, അതുപോലെ തന്നെ നേഷണൽ ലെവലിൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺസ് എങ്ങനെയാണ്, അവരുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്, മാംഗ്രൂവ് എക്കോസിസ്റ്റത്തിൻ്റെ അഡാപ്റ്റേഷൻസ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓൺ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. പിന്നെ മാംഗ്രൂവ്സുകൾ ഫേസ് ചെയ്യുന്ന ത്രെറ്റ്സ്, അതൊരു എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആണ്, ഓക്കെ, ഹാബിറ്ററ്റ്സ് ആണ്. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ത്രെറ്റ്സ് എന്തൊക്കെയാണ്, മാംഗ്രൂവ് എക്കോസിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ഏതൊക്കെയാണ്, ഫോണാസ് അസോസിയേറ്റഡ് വിത്ത് മാംഗ്രൂവ്സ് അല്ലെങ്കിൽ മാംഗ്രൂവ് എക്കോസിസ്റ്റം വരുന്നത് ഏതൊക്കെയാണ്, ഒപ്പം തന്നെ കൺസർവേഷൻ മെഷേഴ്സ് നമുക്ക് ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ലെവൽസ് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അറ്റ് ദ സെയിം ടൈം ഇതിൽ ഇൻഫോസ് പലതും നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റുമാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ഓവർ ദ സെഷൻ. So, coming to the definition. First and foremost, നമ്മൾ ഡെഫിനിഷൻ അറിയണം. എന്താണ് മാംഗ്രൂവ്സ്? മാംഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകൾ അല്ലേ, മാംഗ്രൂവ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ മാംഗ്രൂവ്സ് ആർ ആക്ച്വലി salt tolerant means halophytic trees. Okay, halophytic അല്ലെങ്കിൽ halophytic trees ആണ് shrubs, അതുപോലെ തന്നെ associated plant communities grow in the intertidal zones of tropical and subtropical coast, estuaries, lagoons, creeks and river mouths. Okay, എന്നാൽ ഒരു ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് കമ്മ്യൂണിറ്റീനെയാണ് അല്ലേ, സോൾട്ട് ടോളറൻറ്റ് ആയിട്ടുള്ള പ്ലാന്റ് കമ്മ്യൂണിറ്റീനെയാണ് മാംഗ്രൂവ്സുകൾ എന്ന് പറയുന്നത് ആക്ച്വലി. ഓക്കെ, മാംഗ്രൂവ്സ് സോൾട്ട് ടോളറൻറ്റ് ഹാലോഫൈറ്റിക് ട്രീസ് ആകാം, ഷ്രബ്സ് ആകാം. ഇത് ഷ്രബ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഷ്രബ്സ് തൊട്ട് 40 മീറ്റേഴ്സോളം ഹൈറ്റ് വരുന്ന ട്രീസ് വരെ ആകാം. പ്ലാന്റ് കമ്മ്യൂണിറ്റീസ്, ഓക്കെ, അസോസിയേറ്റഡ് കമ്മ്യൂണിറ്റീസ് that grow in those intertidal regions, the subtropical and tropical കോസ്റ്റിലുള്ള intertidal regions എന്ന് എസ്റ്റുറീസ്, ലഗൂൺസ്, ക്രീക്സ്, റിവർ മൗത്ത്സ് ഇവയിലെല്ലാം കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റീനെയാണ് മാംഗ്രൂവ്സ് എന്ന് പറയുന്നത്. മാംഗ്രൂവ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, മാംഗ്രൂവ് പ്ലാന്റ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഹാലോഫൈറ്റിക് ആയിട്ടുള്ള സോൾട്ട് ടോളറൻ്റ് ആയിട്ടുള്ള ഇന്റർടൈഡൽ ഹാബിറ്റ്സ് സബ് ട്രോപ്പിക്കൽ, ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് റീജിയൻസിൽ, ലഗൂൺസിലും, എസ്റ്റുറീസിലും, ക്രീക്സിലും, റിവർ മൗത്ത്സിലും കാണപ്പെടുന്നവയാണ് മാംഗ്രൂവ്സുകൾ എന്ന് പറയുന്നത്. ആൻഡ് ദ ടേം മാംഗ്രൂവ് may refer to, നമ്മൾ മാംഗ്രൂവ്സ് എന്ന് പറയുമ്പോഴേക്കും അത് റിഫർ ചെയ്യുക, that may refer to actually one condition is that may refer to individual mangrove species. Okay, ഒരു ഇൻഡിവിജ്വൽ മാംഗ്രൂവ് സ്പീഷീസിനെ റെഫർ ചെയ്യാം. there are different varieties of mangroves, നമുക്കത് നോക്കാം. അതുപോലെ തന്നെ that may also refer to a mangrove forest, പല സ്പീഷീസുകൾ വരുന്ന ഒരു എന്താണ് കണ്ടൽ വനം, മാംഗ്രൂവ് ഫോറസ്റ്റിനെ വേണമെങ്കിലും റെഫർ ചെയ്യാം. and also it could be a mangrove ecosystem. മാംഗ്രൂവ് എക്കോസിസ്റ്റത്തിന് ഒരു സ്പെഷ്യൽ ടേം ഉണ്ട്, that is known as മംഗൾ. ഓക്കെ, മംഗളവനം എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പം മംഗൾ അല്ലെങ്കിൽ മാംഗ്രൂവ് എക്കോസിസ്റ്റം ആകാം, ഒരു ഇൻഡിവിജ്വൽ സ്പീഷീസ് ആകാം, ഓർ ഐദർ ഇറ്റ് കുഡ് ബി എ മാംഗ്രൂവ് ഫോറസ്റ്റ് എന്നാണ്. അതുകൊണ്ട് ഈ പറയുന്ന മാംഗ്രൂവ്സ് നമ്മളൊരു ടേം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ റെഫർ ചെയ്യുന്ന പോലെയാണ്. നമ്മളൊരു പർട്ടിക്കുലർലി ഒരു ഇൻഡിവിജ്വൽ സ്പീഷീസിനെ ആകാം, ഒരു ഫോറസ്റ്റ്, മാംഗ്രൂവ് ഫോറസ്റ്റിനെ ആകാം, ഓർ ഈവൻ ദാറ്റ് കുഡ് ബി എ മാംഗ്രൂവ് എക്കോസിസ്റ്റം വിച്ച് ഇസ് നോൺ ആസ് മംഗൾ. ഓക്കെ, ആൻഡ് mangroves form one of the most productive coastal ecosystems. Okay, that's a very important point. It's one of the most productive coastal ecosystems ആണ് mangroves എന്ന് പറയുന്നത്. And they play a vital role in the coastal protection. അവരുടെ റോൾ വരുന്നത് ഒരു ബാരിയർ ആയിട്ട് ആക്ട് ഓൺ ചെയ്ത് കോസ്റ്റൽ പ്രൊട്ടക്ഷനിൽ അവർക്ക് റോൾ ഉണ്ട്. ഫിഷറീസ് പ്രൊഡക്ടിവിറ്റിയിൽ അവർക്കൊരു റോൾ ഉണ്ട്, ബിക്കോസ് കൂടുതൽ നഴ്സിംഗ്, ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ഒക്കെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ഒരുപാട് ഫോണാസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് മാംഗ്രൂവ് എക്കോസിസ്റ്റം. സോ ദേ ആർ ഓൾസോ എ പാർട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ഓക്കെ, അവരുടെ ഇമ്പോർട്ടൻസ് ഇപ്പോഴേ പറയുകയാണെങ്കിൽ അവരുടെ വൈറ്റൽ റോൾ എവിടെയൊക്കെയാണ് വരുന്നത്, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിലുണ്ട്, ഫിഷറീസ് പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നതിലുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റൽ പ്രൊട്ടക്ഷനിലും ഉണ്ട്. ആൻഡ് സോ ദേ ആർ വൺ അമംഗ് ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് കോസ്റ്റൽ എക്കോസിസ്റ്റം ഇൻ ദ വേൾഡ്. ഓക്കെ, അതാണ് അവരുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ എ ഡൈവേഴ്സ് ബയോളജിക്കൽ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു salt tolerant, okay, halophytic plant communities only, and they thrive in intertidal zones of tropical as well as subtropical regions എന്നുള്ളതാണ്. Okay, now coming to their global distribution. Okay, അവരുടെ global distribution എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ latitudinal range പറയുകയാണെങ്കിൽ they may occur mainly between 30° north and 30° south latitude. Okay, and extended distribution can be up to about 32° north and 38° south.
മെയിനായിട്ട് ഒക്കർ ചെയ്യുന്നത് ഈ ഒരു റേഞ്ച് ആണ് 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത് ആൻഡ് ഓൾസോ ദേ ക്യാൻ ബി എക്സ്റ്റെൻഡ് അപ് ടു ദ എക്സ്റ്റെൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു അബൌട്ട് 32 ഡിഗ്രി നോർത്ത് ടു 38 ഡിഗ്രി സൗത്ത് ഓൾസോ എന്നുള്ളതാണ്. ഒരു ലാറ്റിറ്റ്യൂഡ് റേഞ്ച് അറിഞ്ഞു വെക്കുക. ഇനി ഗ്ലോബൽ കവറേജ് എടുക്കുകയാണെങ്കിൽ മാംഗ്രൂവ്സിന്റെ എസ്റ്റിമേറ്റഡ് ഗ്ലോബൽ ഏരിയ അപ്രോക്സിമേറ്റ്ലി വരിക 1,47,000 കിലോമീറ്റർ സ്ക്വയേഴ്സ് ആണ്. അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് ഗ്ലോബൽ എസ്റ്റിമേറ്റ്സ് ആണ് വരുന്നത് 1,47,000 kilometer squares. And that is present in about 118 countries and territories too. 118 കൺട്രീസിലും ടെറിട്ടറീസിലും that is present ആണ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ആൻഡ് നമ്മൾ വേൾഡ് വൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 50 to 70 സ്പീഷീസ് ഓഫ് മാംഗ്രൂവ്സുകളുണ്ട് ദാറ്റ് ബിലോങ്ങിങ് ടു അബൌട്ട് 20 ഫാമിലീസ് ഇൻ 16 ജെനീറാസ്. ഓക്കെ, 20 ഫാമിലീസ് ഇൻ 16 ജെനീറാസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ലാറ്റിറ്റ്യൂഡ് വൈസ് അറിഞ്ഞിരിക്കുക 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത് മോസ്റ്റ് കോമൺലി ആണ്. എക്സ്റ്റെൻഡ് ചെയ്താൽ 32 ഡിഗ്രി നോർത്ത് ആൻഡ് 38 ഡിഗ്രി സൗത്ത്. ആൻഡ് ദർ ഗ്ലോബൽ കവറേജ് ഏരിയ എന്ന് പറയുന്നത് 1,47,000 കിലോമീറ്റർ സ്ക്വയേഴ്സ് ആണ്. ആൻഡ് ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഓവർ 118 കൺട്രീസ് ആൻഡ് ടെറിട്ടറീസ്. ഓക്കെ, now coming to countries with largest mangrove areas. Countries with largest mangrove areas importantly പറയുന്നത് first and foremost വരുന്നത് ഇന്തോനേഷ്യ ആണ്. because that have up to about approximately 20% of global mangrove area. okay, ഇന്തോനേഷ്യയിൽ 20% ഓളം global mangrove area വരുന്നുണ്ട്. that stands first in mangrove area coverage. next is Brazil, next Australia, Nigeria and Mexico. ഈ 5 കൺട്രീസ് ആണ് മെയിൻ ആയിട്ട് മാംഗ്രൂവ് കവേർഡ് ഏരിയാസ് എന്ന് പറയുന്നത്. ഇന്തോനേഷ്യ, ബ്രസീൽ, ഓസ്ട്രേലിയ, നൈജീരിയ, മെക്സിക്കോ ഈ ഒരു റീജിയൻസിലാണ് കൂടുതൽ. കണ്ടില്ലേ, ഈ സബ് ട്രോപ്പിക്കൽ റീജിയൻ 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്തിനുള്ളിലാണ് മാംഗ്രൂവ്സുകൾ അധികവും വരുന്നത്. ഈ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ്ലി മാംഗ്രൂവ് കവറേജ് വരുന്ന കൺട്രീസ് ആണ് ഇന്തോനേഷ്യ, ബ്രസീൽ, ഓസ്ട്രേലിയ, നൈജീരിയ ആസ് വെൽ as മെക്സിക്കോ. ഓക്കെ, now about mangroves in India. ഇന്ത്യയിലെ കവറേജ് പറയുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി കൺസിഡറിങ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് ഫോറസ്റ്റ് റിപ്പോർട്ട് 2023 കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി അബൌട്ട് 4,992 കിലോമീറ്റർ സ്ക്വയേഴ്സ് ആണ്. ഓക്കെ, ദ കവറേജ് ഏരിയ ഷുഡ് ബി നോട്ടഡ്. നൗ ഇന്ത്യൻ മാംഗ്രൂവ് ഹോട്ട്സ്പോട്ട്സുകൾ ഏതൊക്കെയാണ് നമ്മൾ കൃത്യം അറിഞ്ഞിരിക്കണം. ഓരോ മാംഗ്രൂവ് ഏരിയ വിത്ത് സ്റ്റേറ്റ് മാംഗ്രൂവ് ഹോട്ട്സ്പോട്ടുകളാണ്. വേറെ കവറേജ് ഏരിയാസ് ഉണ്ട്, നമുക്ക് മാപ്പിൽ അത് മാർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, മാപ്പിലും അത് കാണിക്കാം. സ്റ്റേറ്റ്സ് വിത്ത് ദർ മാംഗ്രൂവ് കവറേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാംഗ്രൂവ് ഏരിയ ഹോട്ട്സ്പോട്ട്സുകൾ വരുന്ന സ്റ്റേറ്റ്സ് ലൊക്കേഷൻസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വരുന്നത് വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് ആണ്. ദാറ്റ് ഇസ് മോസ്റ്റ് റിനോൺഡ് വൺ, വേൾഡ് വൈഡ് നോൺ ആണ്. ഓക്കെ, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് സുന്ദർബൻസ്. ഓക്കെ, ഇവിടെ വെസ്റ്റ് ബംഗാളിലുള്ള സുന്ദർബൻസ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് മാംഗ്രൂവ് ഹോട്ട്സ്പോട്ട് ആണ് ഇന്ത്യയിലെ. സെക്കൻഡ് വൺ ഈസ് ഇൻ ഒഡീസ ഭിതർകണിക. ഓക്കെ, ഭിതർകണിക എന്ന് പറയുന്ന ഒറീസയിലുള്ള ലൊക്കേഷൻ, മാംഗ്രൂവ് ലൊക്കേഷൻ ഉണ്ട് ഭിതർകണിക. നെക്സ്റ്റ് ആന്ധ്രാപ്രദേശ് ഗോദാവരി. ഓക്കെ, ആന്ധ്രാപ്രദേശിലുള്ള ഗോദാവരി. നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന മാംഗ്രൂവ് ഹോട്ട്സ്പോട്ടാണ് ആന്ധ്രാപ്രദേശ് തന്നെയുള്ള കൃഷ്ണ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻ കംസ് ടു തമിഴ്നാടുവിലെ പിച്ചവാരം, അതുപോലെ തന്നെ മുത്തുപ്പേട്ട്. ഓക്കെ, ആൻഡ് ഗുജറാത്ത് ഏരിയയിലോട്ടാണ് പിന്നെ വരുന്നത് ഗൾഫ് ഓഫ് കച്ച്. ഓക്കെ, Gulf of Kutch in Gujarat. Then in Kerala also Vembanad. Okay, Vembanad, കേരളത്തിലെ വേമ്പനാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാംഗ്രൂവ് ഹോട്ട്സ്പോട്ട് ആണ്. ഇത് കൂടാതെ വേരിയസ് മാംഗ്രൂവ് കവറേജ് ഏരിയാസ് ഉണ്ട്. ചിൽക്ക, കുരിങ്ങ, പുലിക്കട്ട്, രാംനാട്, നമ്മുടെ കേരളത്തിൽ തന്നെ കണ്ണൂർ റീജിയനിലുണ്ട്. അതുപോലെ തന്നെ മാംഗ്ലൂർ, മാൽവൻ, രത്നഗിരി, ഓക്കെ, മുംബ്രഡിവ, വെയ്ദൂർ. അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാംഗ്രൂവ് കവറഡ് ഏരിയാസ് ആണ്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഈ ഒരു പാർട്ടാണ് കൂടുതലും മാംഗ്രൂവ് കവറേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ദേ ആർ ആക്ച്വലി അവരുടെ ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓർത്താൽ മതി. ദേ ആർ സാൾട്ട് ടോളറൻറ്റ്. ഓക്കെ, സോൾട്ട് ടോളറൻ്റ് ആയിട്ടുള്ള ഹാലോഫിറ്റിക് ആയിട്ടുള്ള ഇന്റർടൈഡൽ സോൺസിലൊക്കെ കാണപ്പെടുന്ന പ്ലാന്റ് കമ്മ്യൂണിറ്റി ആണ് അല്ലേ. അപ്പം ഈ ഒരു റീജിയൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഹോട്ട്സ്പോട്ട്സുകൾ ഇമ്പോർട്ടൻ്റ്ലി നോട്ട് ചെയ്യണം. വെസ്റ്റ് ബംഗാൾ, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, കേരള, അതുപോലെ തന്നെ ഗുജറാത്ത്, ഈ ഒരു സ്റ്റേറ്റ്സിൽ
വിവിധ തരത്തിലുള്ള മീൻസ് ഹോട്ട്സ്പോട്ട്സുകൾ, മാംഗ്രൂവ് ഹോട്ട്സ്പോട്ട്സുകൾ ഉണ്ട്. ഒപ്പം തന്നെ മാംഗ്രൂവ് കവേർഡ് ഏരിയാസ് വേറെയും വരുന്നുണ്ട്. അതും ജസ്റ്റ് നോട്ട് ചെയ്യുക. ഓക്കെ, നൗ കമ്മിങ് ടു ദ ഹാബിറ്ററ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ മാംഗ്രൂവ്സ് ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇന്റർടൈഡൽ സോൺസിലാണ്. ഇന്റർടൈഡൽ സോൺസ് എന്ന് പറയുമ്പോൾ എസ്റ്റുവറീസ്, റിവർ ഡെൽറ്റാസ്, ഷെൽട്ടേർഡ് ബേസ്, ലഗൂൺസുകൾ, ബാക്ക് വാട്ടേഴ്സ്, ക്രീക്സ്, ഇത്തരത്തിലുള്ള ഇന്റർടൈഡൽ സോണേഷനിൽ വരുന്ന വാട്ടർ ബോഡീസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് മാംഗ്രൂവ് കവറേജ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇവയുടെ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് എടുത്ത് നോക്കിയാൽ ഇൻ വിച്ച് എൻവയോൺമെന്റ് ദി ത്രൈവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയേണ്ടത് ഹൈ സലൈൻ എൻവയോൺമെന്റ് ആണ്. Okay, they thrive in a high saline environment because they are halophytic plants only. High salinity is there. Another one is periodic tidal inundation. Intertidal zone, tidal inundation periodically വരുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ എൻവയോൺമെന്റ് പ്രിഫറബിൾ ആണ് ഇവരുടെ ഡിസ്ട്രിബ്യൂഷനിൽ. ആൻഡ് ഓൾസോ ദ സബ്സ്ട്രേറ്റ് ഷുഡ് ബി സോഫ്റ്റ് ആൻഡ് മഡി. മാംഗ്രൂവ്സുകൾ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ സബ്സ്ട്രേറ്റ് ഷുഡ് ബി സോഫ്റ്റ് ആൻഡ് മഡി. ആൻഡ് ഓൾസോ ദ സോയിൽ ഷുഡ് ബി അനോക്സിക്, ലോ ഓക്സിജൻ ലെവൽസ് ഉള്ള സോയിലായിരിക്കും. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ റീജിയൻസിലായിരിക്കും. ഒരുപാട് ഇങ്ങനെ ഗ്ലേഷ്യേഴ്സ് ഒന്നും അല്ലെങ്കിൽ ഐസ് ഫോർമേഷൻ ഒന്നും ഉള്ള റീജിയൻ അല്ല, ഹൈ ടെമ്പറേറ്റ് റീജിയൻസ് തന്നെയായിരിക്കും. ഹൈ ടെമ്പറേച്ചർ റീജിയൻസ് തന്നെയായിരിക്കും. ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ആണ് മാംഗ്രൂവ് എക്കോസിസ്റ്റത്തിന് ആംബിയൻ്റ് ആയിട്ടുള്ളത്. എന്തൊക്കെയാണ്? നല്ല ഹൈ സലൈനിറ്റി ഉണ്ടാവണം, അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസ് ഇസ് ഓൾസോ ഒപ്റ്റിമം. ആൻഡ് ഓൾസോ എന്തൊക്കെയാണ് വേറെ വരിക? സോഫ്റ്റ് മഡി സബ്സ്ട്രേറ്റം ആയിരിക്കണം. പിന്നീട് അവർക്ക് പീരിയോഡിക് ടൈഡൽ ഇനണ്ടേഷൻ ഇസ് ഓൾസോ നീഡഡ്. ആൻഡ് ഓൾസോ ലോ അനോക്സിക് സോയിൽ ആണെങ്കിലും ഓൾ ദീസ് ദേ ക്യാൻ ഗ്രോ എന്നുള്ളതാണ്. ഓക്കെ, ദീസ് ആർ ദ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ഫോർ മാംഗ്രൂവ് ഗ്രോത്ത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി സോണേഷൻ ഇൻ മാംഗ്രൂവ് ഫോറസ്റ്റ്. അപ്പം നമ്മൾ മാംഗ്രൂവ്സുകൾ അല്ലെങ്കിൽ മാംഗ്രൂവ് ഫോറസ്റ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ there is a peculiarly a zonation that we could observe. So the mangrove species show zonation according to salinity, tidal influence and soil conditions. ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുക അല്ലെങ്കിൽ ഈ ഒരു സോണേഷൻ ഒക്കുപ്പൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദറ്റ് ഇസ് അക്കോർഡിംഗ്ലി ടു ദ സലൈനിറ്റി ലെവൽസ്, ടൈഡൽ ഇൻഫ്ലുവൻസ് ആൻഡ് സോയിൽ കണ്ടീഷൻസ് ആണ്. അപ്പം കൃത്യമായിട്ട് ഓരോന്നിൻ്റെയും സോയിൽ കണ്ടീഷൻസും ടൈഡൽ ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ സലൈനിറ്റിയെ ബേസ് ചെയ്തിട്ട് ഇവർക്കൊരു സോണേഷൻ ലെവൽസ് ഉണ്ട്. ഓരോ സോണേഷൻ ലെവൽസ് 3 സോണേഷൻ ലെവൽസ് ആണുള്ളത്. വൺ ഇസ് സീ വാട്ട് സോൺ, അനദർ വൺ ഇസ് ഇന്റർമീഡിയറ്റ് സോൺ ആൻഡ് തേർഡ് വൺ ഇസ് ലാൻഡ് വാട്ട് സോൺ. എന്തൊക്കെയാണ്? സീ വാട്ട്, ഇന്റർമീഡിയറ്റ് ആൻഡ് ലാൻഡ് വാട്ട്. അങ്ങനെ 3 സോൺസിലായിട്ടാണ് മാംഗ്രൂവ് സ്പീഷീസുകൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കാണാൻ സാധിക്കുക അക്കോർഡിംഗ് ടു ദ സലൈനിറ്റി, ദെൻ ടൈഡൽ ഇൻഫ്ലുവൻസ് ആൻഡ് സോയിൽ കണ്ടീഷൻസ്. സീ വാട്ട് സോണിൽ കാണുന്ന സ്പീഷീസുകൾ അത് നോട്ട് ചെയ്യണം. റൈസോഫോറ, സുനറേഷ്യ സ്പീഷീസ് ഒക്കെ കുറച്ചുകൂടെ സീ വോർഡ് ആയിരിക്കും, കോസ്റ്റൽ ലൊക്കേഷൻസിനോട് അഡ്ജസൻ്റ് ആയിട്ട് കാണുന്നതാണ്. ഓക്കെ, ഇനിയും സെക്കൻഡ് ഇന്റർമീഡിയറ്റ് സോണിൽ കാണാൻ സാധിക്കുക ബ്രുഗീരിയ സ്പീഷീസ്, അതുപോലെ തന്നെ സിറിയോപ്പ് സ്പീഷീസ് മാംഗ്രൂവ്സുകൾ കൂടുതലും, അല്ലെങ്കിൽ കൂടുതൽ എന്നല്ല അവ വളരുക അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ വരിക ഇന്റർമീഡിയറ്റ് സോൺസിലാണ്. ആൻഡ് ഫൈനലി ലാൻഡ് വാട്ട് സോൺ, കുറച്ചും കൂടെ ലാൻഡ് ഏരിയയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സ്പീഷീസുകളാണ് ആവിസീനിയ സ്പീഷീസ്, അതുപോലെ തന്നെ ഏജസിറ സ്പീഷീസ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മാംഗ്രൂവ്സുകളാണ്. അപ്പം നമ്മൾ പഠിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് മാംഗ്രൂവ്സ് നെയിംസും കൂടെ പഠിച്ചു പോവുക. അപ്പം ഇപ്പോൾ ഇവരുടെ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇത് സോണേഷൻ ആണ്, സോണേഷൻ ലെവൽസ് ആണ്. അക്കോർഡിംഗ് ടു ദ സോണേഷൻ ദേ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സീ വേർഡ്, ഇന്റർമീഡിയറ്റ് ആസ് വെൽ ആസ് ലാൻഡ് വേർഡ് എന്ന് പറയാം. സീ വേർഡിൽ കാണുന്ന സ്പീഷീസുകളാണ് റൈസോഫോറ സ്പീഷീസ്, സൊണറേഷ്യ സ്പീഷീസ്. ദെൻ ഇന്റർമീഡിയറ്റ് സോണിലാണ് ബ്രുഗേറിയ സ്പീഷീസ്, സിറിയോപ്പ് സ്പീഷീസ് ഒക്കെ കാണപ്പെടുന്നത്. ലാൻഡ് വേർഡ് സോണിലാണ് എവിസീനിയ സ്പീഷീസ്, എജിസുര സ്പീഷീസ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സോണേഷൻ കൂടെ മാംഗ്രൂവ്സുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദാറ്റ് സ്പീഷീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, and that is according to salinity, tidal influence and soil conditions only. Now coming to the core part of the topic, that is adaptations of mangroves. ഇതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് ആണ് ഈ മാംഗ്രൂവ്സിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ഈ പറഞ്ഞ എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, ഹൈ സലൈൻ, ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ ത്രൈവ് ചെയ്യണം, അല്ലെങ്കിൽ അനോക്സിക് ആയിട്ടുള്ള മഡി സോഫ്റ്റ് സബ്സ്ട്രേറ്റത്തിൽ അവർക്ക് ത്രൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതാണ് അവരുടെ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ദേ ഹാവ് സർട്ടൻ അഡാപ്റ്റേഷൻസ് വിത്തിൻ ദ മാംഗ്രൂവ്സ്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് വൺ ബൈ വൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് അഡാപ്റ്റേഷൻസ് ടു സലൈനിറ്റി. അഡാപ്റ്റേഷൻസ് ടു സലൈനിറ്റി ആണ്. ഇപ്പോൾ സലൈനിറ്റി ലെവൽസ് എല്ലാം അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് കുറച്ച് 1, 2, 3 adaptations ഉണ്ട്. One is salt exclusion, another one is salt secretion, and final one is salt accumulation. Okay, എന്തൊക്കെയാണ്? Salt exclusion, salt secretion and salt accumulation. First is salt exclusion. Salt exclusion എന്ന് പറഞ്ഞാൽ എന്താ? Salt exclusion, സോൾട്ട് എക്സ്ക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ എക്സസ് സോൾട്ടിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സോൾട്ട് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്.
Here, the roots, mangrove roots, prevent the entry of excess salt. Salt, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ salt enter ചെയ്യാൻ mangrove roots allow ചെയ്യില്ല. Rhizophora സ്പീഷീസിലൊക്കെ ആ ഒരു അഡാപ്റ്റേഷൻ ഉണ്ട്, സോൾട്ട് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി സോൾട്ട് സെക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സോൾട്ട് എക്സ്ക്ലൂഷൻ. സോൾട്ട് സെക്രീഷൻ എന്ന് പറഞ്ഞാൽ ദർ ആർ സ്പെഷ്യൽ സോൾട്ട് ഗ്ലാൻഡ്സ് ടു റിമൂവ് എക്സസ് സോൾട്ട്. ഓക്കെ, ഇവിടെ സോൾട്ട് ഒരു പരിധി, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റർ ചെയ്യിക്കാൻ അനുവദിക്കില്ല സോൾട്ട് എക്സ്ക്ലൂഷനിൽ. സോൾട്ട് സെക്രീഷൻ ആണെന്നുണ്ടെങ്കിൽ there will be special salt glands at which removes the excess salt present in the species. Like Avicennia species-ലൊക്കെ അതുണ്ട്. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആണ്. Finally, salt accumulation. That is, salt is stored in old leaves and bark which later fall off. അപ്പോൾ സോൾട്ട് അക്യുമുലേറ്റ് ചെയ്ത് വെക്കും ഓൾഡ് ലീവ്സിലോ ബാർക്സിലോ ഒക്കെ, അത് തന്നെ ഫോൾ ഓഫ് ആകും, പിന്നെ അത് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ്റെ ഒക്കെ പാർട്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം സോൾട്ട് അക്യുമുലേറ്റ് ചെയ്യാം, സോൾട്ട് എക്സ്ക്ലൂഡ് ആകാം, അല്ലെങ്കിൽ സോൾട്ട് എന്ത് ചെയ്യാം, സെക്രീഷൻ നടക്കാം. അപ്പം എക്സസ് സോൾട്ടിനെ റിമൂവ് ചെയ്യുക വിത്ത് സ്പെഷ്യൽ സോൾട്ട് ഗ്ലാൻഡ്സ് ആണെങ്കിൽ സോൾട്ട് സെക്രീഷൻ. ഇത് അവസീനിയ സ്പീഷീസിലൊക്കെ കോമൺ ആണ്. സോൾട്ട് എക്സ്ക്ലൂഷൻ ആണെന്നുണ്ടെങ്കിൽ റൂട്ട്സ് ഒരു എമൗണ്ട് അല്ലെങ്കിൽ ലിമിറ്റിൽ കൂടുതൽ എക്സസ് സോൾട്ട് അനുവദിക്കത്തില്ല എൻ്റർ ചെയ്യാനായിട്ട്. That prevent entry of excess salt. That is especially seen in Rhizophora species and all. Salt accumulation, like salt gets stored in old leaves and barks എന്നുള്ള ഒരു ഫിനോമിനും ഉണ്ട്. ഓക്കെ, അതൊരു അഡാപ്റ്റേഷൻ. അതാണ് അഡാപ്റ്റേഷൻസ് ടു സലൈനിറ്റി എന്ന് പറയുന്നത്. സലൈനിറ്റി, ഇത്രയും ഹൈ സലൈനിറ്റി ലെവൽസ് അവർക്ക് എങ്ങനെ ത്രൈവ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് അഡാപ്റ്റേഷൻ ടു വാട്ടർ ലോസ്. അഡാപ്റ്റേഷൻസ് ടു വാട്ടർ ലോസ്. വാട്ടർ ലോസ് ഉണ്ടാവില്ലേ എന്നൊരു കൺസിഡറേഷൻ വരുമ്പം ഈ ഇത്തരത്തിലുള്ള വാട്ടർ ലോസിന് ഉള്ള അഡാപ്റ്റേഷൻസും അവരിൽ പ്രസൻറ്റ് ആണ്. ദാറ്റ് ഈസ് ദേ ഹാവ് തിക്ക് വാക്സി ക്യൂട്ടിക്. അവരുടെ എൻറ്റയർ സർഫസിൽ തിക്ക് വാക്സി ക്യൂട്ടികൾ കാണും. ലീവ്സ് വിൽ ബി സെക്കുലൻറ്റ്. ഓക്കെ, ആസ് ഷോൺ ഇൻ ദ ഫിഗർ, സെക്കുലൻറ്റ് ടൈപ്പ് ലീവ്സ് ആയിരിക്കും. ഓക്കെ, ദെൻ റെഡ്യൂസ് ട്രാൻസ്പിരേഷൻ maximum. There's loss of water from the surface, okay, leaf surface and all. Other maximum reduced ആയിരിക്കും. So that can prevent water loss എന്നുള്ളതാണ് maximum. And also sunken stomata ആയിരിക്കും. Stomata, okay, pores ആണ് gaseous exchangeന് വേണ്ടിയുള്ള, അത് sunken ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ലോസ് മാക്സിമം ഇത്തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് കൊണ്ട് ഇവരിൽ പ്രിവെൻറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ ത്രൈവ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ വാട്ടർ ലോസ് അവർക്ക് പ്രിവെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കുള്ള അഡാപ്റ്റേഷൻസ് ആണ് സെക്കുലൻ്റ് ആയിട്ടുള്ള ലീഫുകൾ, തിക്ക് വാക്സി ക്യൂട്ടിക്കൽ കവറിങ്, അതുപോലെ തന്നെ സങ്കൺ ആയിട്ടുള്ളൊരു സ്റ്റൊമേറ്റ, ട്രാൻസ്പിരേഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ. അതും ട്രാൻസ്പിരേഷൻ അതുകൊണ്ട് തന്നെ മാക്സിമം റെഡ്യൂസ്ഡും ആയിരിക്കും. ഓക്കെ, ദീസ് ആർ ദ അഡാപ്റ്റേഷൻസ് ടു വാട്ടർ ലോസ്. നെക്സ്റ്റ് ഇസ് ദ അഡാപ്റ്റേഷൻസ് ടു ഓക്സിജൻ ഡെഫിഷ്യൻസി. നമ്മൾ പറഞ്ഞാൽ അനോക്സിക് സോയിലാണ് അവരുള്ളത്. അപ്പം ആ ഒരു ഓക്സിജൻ ഡെഫിഷ്യൻസിനെ അവർക്ക് എന്ത് ചെയ്യണം, ഓവർകം ചെയ്യണം അല്ലേ. അതിനുള്ള അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇസ് ന്യൂമാറ്റോഫോഴ്സ് അല്ലെങ്കിൽ ബ്രീത്തിങ് റൂട്ട്സ് എന്ന് പറയും. ഓക്കെ, ന്യൂമാറ്റോഫോഴ്സ് ഓർ ബ്രീത്തിങ് റൂട്ട്സ്, ദേ ഹാവ് ഫംഗ്ഷൻ ലൈക്ക് ദേ ഹാവ് ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ ഓക്സിജൻ പുവർ സോയിൽസ്. ഓക്സിജൻ പുവർ സോയിൽസിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നല്ലവണ്ണം അലൗ ചെയ്യുക എന്നുള്ള ഫംഗ്ഷനുള്ള ന്യൂമാറ്റോഫോഴ്സ് അല്ലെങ്കിൽ ബ്രീത്തിങ് റൂട്ട്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻ ഉണ്ട് മാംഗ്രോവ്സിൻ്റെ. അവിസേനിയ, സോണറേഷ്യ പോലുള്ള സ്പീഷീസിലൊക്കെ ഈ പറയുന്ന ന്യൂമാറ്റോഫോഴ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെയുള്ള ഹൊറിസോണ്ടലായിട്ട് വളർന്നു നിൽക്കുന്ന റൂട്ട്സ് ആണ്. ഓക്കെ, അപ്പം അവർക്ക് മാക്സിമം ഗ്യാസ് എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. അത് സോയിലിനുള്ളിൽ അല്ല, ഈ പറഞ്ഞ സോയിലിന് പുറത്തേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, ഹൊറിസോണ്ടലായിട്ട് വന്ന് നിൽക്കുവാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ന്യൂമാറ്റോഫോഴ്സ് with their special gas exchange pores called nematodes make the gas exchange possible in oxygen poor soils. Okay, that's an important adaptation for oxygen deficiency. Another one is prop roots or stilt roots. Ivarka function prop roots and stilt roots as shown in the figure, they actually help in anchorage and aeration. Anoxic soil oxygen deficiency adaptation അതിന് വേണ്ടി അഡാപ്റ്റേഷനും ആണ്, ആങ്കറേജിനും അവർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ പ്രോപ്പ് റൂട്ട്സ് എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയുക, ആങ്കറേജും കൊടുക്കും, അതുപോലെ തന്നെ എയറേഷനും പോസിബിൾ ആക്കുന്ന പോലെയുള്ള റൂട്ട്സാണ് പ്രോപ്പ് റൂട്ട്സ് ഓർ സ്റ്റിൽറ്റ് റൂട്ട്സ് എന്ന് പറയുന്നത്. റൈസോഫോറയിലൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഇസ് നീ റൂട്ട്സ്. എക്സാമ്പിൾ ബ്രൂഗേറിയ സ്പീഷീസ്. ഇങ്ങനെ കുറച്ചും കൂടെ ഒന്ന് പ്രോപ്പ് റൂട്ട്സ് എന്ന് അല്ലെങ്കിൽ നമുക്ക് ന്യൂമാറ്റോഫോഴ്സ് ഒന്നും പറയാൻ സാധിക്കില്ല, കുറച്ചുകൂടെ ടാങ്കിൾഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനിലുള്ള എന്താണ് റൂട്ട് സ്ട്രക്ചറാണ് നീ റൂട്ട്സ് എന്ന് പറയുന്നത്. Okay, you can observe that in the figure. Intermingled, tangled ആയിട്ട് കാണപ്പെടും. ബ്രൂഗേറിയ സ്പീഷീസിലൊക്കെയാണ് അത് കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുക. അവയും എയറേഷൻ പോസിബിൾ ആക്കുന്നു എന്നുള്ളതാണ് അനോക്സിക് സോയിൽ. സോ ദിസ് മാംഗ്രോവ് സ്പീഷീസ് കൻ ഓവർകം ദ ഓക്സിജൻ ഡെഫിഷ്യൻസി. അനോക്സിക് സോയിലുള്ള അഡാപ്റ്റേഷൻ ആണ്, ഈ പറഞ്ഞ അനോക്സിക് സോയിലാണ് അവരുടെ എൻവയോൺമെന്റൽ കണ്ടീഷൻ എങ്കിൽ അതിലെ അഡാപ്റ്റേഷൻ ടു ഓക്സിജൻ ഡെഫിഷ്യൻസി ഫോർ ദ മാംഗ്രോവ്സ് എന്തൊക്കെയാണ് വരാം, ന്യൂമാറ്റോഫോഴ്സ് അല്ലെങ്കിൽ ബ്രീത്തിങ് റൂട്ട് സ്പെസിഫിക്കലി വരാം, അല്ലെങ്കിൽ
prop roots and stilt roots aeration possible ആക്കാം, or even knee roots will be present എന്നുള്ളതാണ്. Okay, now coming to the reproductive adaptations. അപ്പോൾ ഇവരുടെ എന്താണ് ജനറേഷൻസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഹാർഷ് എൻവയോൺമെന്റിൽ നിന്ന് ജനറേഷൻസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീപ്രൊഡക്റ്റീവ് അഡാപ്റ്റേഷൻസും ഒബ്വിയസ്ലി വേണം അല്ലേ. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് വിവിപാരി, ദാറ്റ് ഇസ് ദി സീഡ് ജെർമിനേറ്റ്സ് വൈൽ അറ്റാച്ച് ടു ദ പേരന്റ് പ്ലാന്റ്. പേരന്റ് പ്ലാന്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ തന്നെ സീഡ് ജെർമിനേഷൻ നടക്കുന്ന പ്രോസസ് തന്നെയാണ് വിവിപാരിറ്റി എന്ന് പറയുന്നത്. റൈസോഫോറ, ബ്രൂഗേറിയ, സീറിയോപ്സ് പോലുള്ള മാംഗ്രോവ് സ്പീഷീസിലൊക്കെ വിവിപാരിറ്റിയാണ് നമുക്ക് റീപ്രൊഡക്റ്റീവ് മെക്കാനിസം ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധിക്കാം. ഇനി വേറൊരു മെത്തഡോളജിയും കൂടെ ഉണ്ട്, പ്രൊപ്പഗ്യൂൾസ് എന്ന് പറയും. പ്രൊപ്പഗ്യൂൾസ് എന്ന് പറഞ്ഞാൽ ദ ഇലോങ്ങേറ്റഡ് സീഡ്ലിംഗ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ഡിസ്പോസ് ത്രൂ വാട്ടർ ആൻഡ് എസ്റ്റാബ്ലിഷ് ന്യൂ പ്ലാന്റ്സ്. Seedling structures get elongated and they get dispersed through the water, then establish new plants. അതിനെയാണ് പ്രൊപ്പഗ്യൂൾസ് എന്ന് പറയുന്നത്. Either they could show viviparity, so germinates attached to the parent while attached to the parent plant, and then they could be also be propagules. Use propagules for reproduction, like elongated seedling structures which dispose through the water and establish the new plants. Okay, viviparity കാണിക്കാം. പ്ലാന്റിൽ ഇരിക്കുമ്പോൾ തന്നെ സീഡ് ജെർമിനേറ്റ് ചെയ്ത് ഒരു ന്യൂ പ്ലാന്റ് ആകാം, അല്ലാണ്ട് എന്താണ് അവർ ഡിസ്പോസ്ഡ് ആയിട്ട് പ്രൊപ്പഗ്യൂൾസ്, ഓക്കെ, സീഡ് ജെർമിനേറ്റ് ചെയ്ത് ഇലോങ്ങേറ്റ് ആയി ഡിസ്പോസൽ പോസിബിൾ ആക്കി ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പോയിട്ട് റൂട്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയാണ് അഡാപ്റ്റേഷൻസ്. അപ്പോൾ എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ഉണ്ട്? അഡാപ്റ്റേഷൻസ് ടു സോൾട്ട് ടോളറൻസ്, അഡാപ്റ്റേഷൻസ് ടു ഓക്സിജൻ ഡെഫിഷ്യൻസി, ദെൻ അഡാപ്റ്റേഷൻസ് ടു ഈ പറഞ്ഞ പോലെ വാട്ടർ ലോസ്, ആൻഡ് ഓൾസോ അഡാപ്റ്റേഷൻസ് ടു നമ്മുടെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി. ഓക്കെ, റീപ്രൊഡക്റ്റീവ് മെക്കാനിസം. ഓക്കെ, അതത്രയും നോക്കാം. അഡാപ്റ്റേഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നൗ കമ്മിങ് ടു ഗെറ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ദറ്റ് ഈസ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. നമ്മുടെ മാംഗ്രൂവ്സുകൾ ഒരുപാട് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പ്രദാനം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് വൺ ബൈ വൺ നോക്കാം. വൺ ഇസ് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ, ദറ്റ് ഈസ് മാംഗ്രൂവ്സ് പല കാര്യങ്ങൾ കോസ്റ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ദേ ആക്ച്വലി റിഡ്യൂസ് ദ ഷോർ ലൈൻ ഇറോഷൻ, സ്റ്റെബിലൈസസ് ദ സെഡിമെന്റ്സിനെ സ്റ്റെബിലൈസ് ചെയ്യും അക്യുമുലേറ്റ് ചെയ്യാതെ. അതുപോലെ തന്നെ ഈ ഷോർ ലൈൻ ഇറോഷൻ മാക്സിമം റിഡ്യൂസ് ചെയ്യും ബാരിയർ ആയിട്ട് നിന്ന്. ആൻഡ് ഓൾസോ ദേ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് സൈക്ലോൺസ്, സ്റ്റോം സർജസ് പോലെയുള്ള പ്രകൃതി ക്ഷോഭങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ചില ഈ പറഞ്ഞ പോലത്തെയുള്ള ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് സച്ച് സൈക്ലോൺസ് ആൻഡ് ഓൾ. ആൻഡ് ഓൾസോ റെഡ്യൂസ് സ്റ്റോം സർജിന്റെ ഇമ്പാക്ട്. സ്റ്റോം സർജസ് മേ അറൈസ് ആൻഡ് ദെയർ ഇമ്പാക്ട് can be reduced by mangrove ecosystem coverage, and also they can mitigate tsunami damage and all. സുനാമി ഡാമേജ് ഒക്കെ മാക്സിമം മിറ്റിഗേറ്റ് ചെയ്യാൻ അവർക്ക് പോസിബിൾ ആണ്. കോസ്റ്റൽ പ്രൊട്ടക്ഷൻ ആണ് ഓവറോൾ ചെയ്യുന്നത്. സുനാമി ഡാമേജ് വന്നാൽ അത് മിറ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കോസ്റ്റൽ ലാൻഡ് ഇറോഡ് ചെയ്യുന്നത് റിഡ്യൂസ് ചെയ്യും, ഷോർ ലൈൻ ഇറോഷൻ റിഡ്യൂസ് ചെയ്യും, സെഡിമെന്റ്സ് സ്റ്റെബിലൈസ് ചെയ്യും, സൈക്ലോൺസിനെ പ്രൊട്ടക്ട് ചെയ്യും, സ്റ്റോം സർജ് ഇമ്പാക്ട് റിഡ്യൂസ് ചെയ്യും. ഓക്കെ, another important ecological importance is about their they're acting upon as a nursery ground. Okay, they serve as nursery grounds for shrimps, crabs, mollusks, juvenile fishes. All these are important faunas associated with this mangrove ecosystem. അപ്പോൾ ഈ പറഞ്ഞ ഓർഗാനിസത്തിൻ്റെ ഒക്കെ നഴ്സറി ഗ്രൗണ്ട് കൂടെയാണ് എന്ത് മാംഗ്രോവ്സ്. സോ ദീസ് ആർ ഓൾസോ കോൾഡ് നഴ്സറീസ് ഓഫ് ദ സീ. ഓക്കെ, അങ്ങനെ ഒരു ടേമും കൂടെ റെഫർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് അബൌട്ട് കാർബൺ സെക്വസ്ട്രേഷൻ. ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. അതായത് ദീസ് മാംഗ്രോവ്സ്, ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ബ്ലൂ കാർബൺ എക്കോസിസ്റ്റംസ്. They are also known as blue carbon ecosystems because they store the carbon in biomass and in sediments, and thus reduce the harmful impact of this gas. Okay, carbon കാരണം ഗ്ലോബൽ വാർമിംഗ് അതുപോലുള്ള പല പ്രശ്നങ്ങളുണ്ട് അല്ലേ, അതിനൊക്കെ നമ്മളെ മാക്സിമം പ്രൊട്ടക്ഷൻ പോസിബിൾ ആക്കുന്നു എന്നുള്ളതാണ്. സോ ദ ഇമ്പോർട്ടൻറ്റ് ബ്ലൂ കാർബൺ എക്കോസിസ്റ്റംസ് ദാറ്റ് ദേ സ്റ്റോർ കാർബൺ ഇൻ ബയോമാസ് ആൻഡ് ഇൻ സെഡിമെന്റ്സ്. And mangroves, they sequester more carbon per unit area than many terrestrial forests. അതാണ് അവരുടെ പ്രത്യേകത. They sequester or they store more carbon per unit area than any of other terrestrial forest ആണ്. അപ്പം അതുകൊണ്ട് തന്നെ they are also known as blue carbon ecosystems only. They store the carbon in their biomass as well as in sediments also. So maximum mangrove coverage കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ they could act as a good carbon sequestration ecosystem. Okay, നമ്മൾ ബാക്കിയുള്ള ടെറസ്ട്രിയൽ ഫോറസ്റ്റ് ഒക്കെ കൺസിഡർ ചെയ്യുന്നതിനേക്കാളും ഉപരി പെർ യൂണിറ്റ് ഏരിയ ഈ പറയുന്ന മാംഗ്രൂവ്സുകൾ കാർബൺ സെക്വസ്ട്രേഷൻ പോസിബിൾ ആക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് ഫിഷറീസ് ഇമ്പോർട്ടൻസ്. ദാറ്റ് ഈസ് mangroves actually support coastal fisheries, traditional or artisanal fisheries as well as commercial fisheries. അത്തരത്തിലുള്ള എല്ലാ ഫിഷറിംഗ് പ്രാക്ടീസസും നമുക്ക് മാംഗ്രൂവ് ഏരിയയിൽ ചെയ്യാം. ആൻഡ് ദേ പ്രൊവൈഡ് അസ് ഫുഡ്, ഷെൽട്ടർ ആസ് വെൽ ആസ് ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് എന്നുള്ളതാണ്. ഓക്കെ, ഫുഡ്, ഷെൽട്ടർ, അതായത് ഈ പറയുന്ന ഓർഗാനിസം, ഈ അക്വാറ്റിക് ഓർഗാനിസം അല്ലെങ്കിൽ ഫിഷസ് അവിടെ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് ഫുഡ്, ഷെൽട്ടർ, ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ആണ്
ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും ഫിഷിംഗ് ആക്ടിവിറ്റീസ് ഏത് തരത്തിലുള്ള കൊമേഴ്ഷ്യലോ അതുപോലെ തന്നെ കോസ്റ്റൽ ഫിഷറീസോ ആർട്ടിസണൽ ഫിഷറീസോ ഒക്കെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാം, മാംഗ്രൂവ് ഏരിയസുമായിട്ട് റിലേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഈസ് അബൌട്ട് മേജർ മാംഗ്രൂവ് പ്ലാന്റ് ജനറ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു? വാട്ടർ മാംഗ്രൂവ്സിൻ്റെ ഗ്ലോബൽ ആസ് വെൽ as നേഷണൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് പ്ലാന്റ്സ് വരുന്നത്, ഈ മാംഗ്രൂവ് എക്കോസിസ്റ്റം അവരുടെ ഇമ്പോർട്ടൻ്റ്ലി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടു, അതുപോലെ തന്നെ ഹാബിറ്ററ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് കണ്ടു, ഇതിന് അവരെ പോസിബിൾ ആക്കുന്ന മേജർ ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് കണ്ടു, സോണേഷൻസ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് വരുന്നത്, സീ വേർഡ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, ലാൻഡ് വേർഡ് സോണേഷൻസ് ഉണ്ട്. ഓക്കെ, മാംഗ്രൂവ്സിന് സ്പീഷീസ് ഏതൊക്കെയാണ് ഓരോ സ്ഥലത്തും ലൊക്കേറ്റ് ആയിരിക്കുന്നത് നോക്കുക. ഇനി നമ്മൾ ഇപ്പോൾ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറഞ്ഞു. നെക്സ്റ്റ് ഇസ് അബൌട്ട് മേജർ മാംഗ്രൂവ് പ്ലാന്റ് ജനീറ. ഓക്കെ, ഇപ്പോൾ ഈ മാംഗ്രൂവ് പ്ലാന്റ് ജനീറയുടെ കൺസിഡറേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു 20 ഫാമിലി 16 ജനീറ ഒക്കെ ഉണ്ട് വേൾഡ് വൈഡ്. അപ്പോൾ നമുക്ക് മോസ്റ്റ് കോമൺലി അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാമിലീസ് രണ്ടെണ്ണമാണുള്ളത്. വൺ ഇസ് ഫാമിലി റൈസോഫൊറേഷ്യ ആൻഡ് ദ വൺ ഇസ് ഫാമിലി അവിസിനേഷ്യ. ഓക്കെ, അപ്പോൾ അവിസിനേഷ്യയും റൈസോഫൊറേഷ്യയുമാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് ഫാമിലീസ്, അത് നോട്ട് ചെയ്തോണം. ഓക്കെ, അപ്പം ഫാമിലി റൈസോഫൊറേഷ്യ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് റൈസോഫോറ എന്നൊരു സ്പീഷീസ് ഉണ്ട്, ദാറ്റ് ഇസ് ഓൾസോ നോൺ ആസ് റെഡ് മാംഗ്രൂവ്. പിന്നെ ബ്രുഗേറിയ, സീറിയോപ്സ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫാമിലി റൈസോഫൊറേഷ്യയിൽ വരുന്നു. നെക്സ്റ്റ് ഫാമിലി അവിസീനിയ എന്നൊരു സ്പീഷീസ് തന്നെ അല്ലെങ്കിൽ വരുന്നതാണ്, ജീനസ് തന്നെ വരുന്നുണ്ട് അവിസിനേഷ്യയിൽ. ദാറ്റ്സ് കോമൺലി നോൺ ആസ് ബ്ലാക്ക് മാംഗ്രൂവ് ഓർ ഗ്രേ മാംഗ്രൂവ്. ഓക്കെ, അതാണ്. അപ്പോൾ ഈ രണ്ട് ഫാമിലീസ് അതിൽ വരുന്ന സ്പീഷീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി വേറെയും ജനേറാസ് ഉണ്ട്, വേറെയും ഡിഫറെൻറ്റ് ഫാമിലീസിലെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനേറാസ് ഉണ്ട്. ആ നെയിംസും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. വൺ ഇസ് സൊണറേഷ്യ, നമ്മൾ എക്സാമ്പിൾസ് പലതിലും പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതുപോലെ ഏജിസെറാസ്, ദെൻ ലുംനിറ്റ്സിറ, സൈലോകാർപ്പസ്, ഹെറിറ്റീരിയ, അതുപോലെ തന്നെ എക്സോസിഗേറിയ. ഓക്കെ, ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ഈ ജനേറാസ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഫാമിലീസിലെ വരുന്ന ജനേറാസ് നോട്ട് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഫാമിലീസ് ആൻഡ് വിത്ത് ജനേറ. ഇനിയും അതർ ജനേറാസ് ജസ്റ്റ് നെയിംസ് നോട്ട് ചെയ്ത് പോകുക. സൊണറേഷ്യ, എജിസെറാസ്, ലുമിൽസിറ, സൈലോകാർപ്പസ്, ഹെറിറ്റീറ ആൻഡ് എക്സോകേറിയ. ഓക്കെ, എക്സോസീരിയ. ഓക്കെ, അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാംഗ്രൂവ് സ്പീഷീസുകൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക് മാംഗ്രൂവ് ഫോണാസ് ഏതൊക്കെയാണെന്ന്. ക്യാരക്ടറിസ്റ്റിക് മാംഗ്രൂവ് ഫോണാസ്. അപ്പോൾ മാംഗ്രൂവ്സ് ആക്ച്വലി ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ഡിഫറെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോണാസ് ലൈക്ക് ക്രസ്റ്റേഷ്യൻസ് ആകും, mollusk, ഫിഷസ്, reptiles, birds, mammals and even some zooplanktons are also associated. Foraminiferanസും അങ്ങനെയുള്ള സൂപ്ലാങ്ക്ടൺ ലൈക്ക് അങ്ങനെയുള്ള വളരെ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസും അവിടെ പ്രസൻറ്റ് ആണ് മാംഗ്രൂവ് എക്കോസിസ്റ്റത്തിൽ. നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ് ഓർഗാനിസം കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ അതിൽ ക്രസ്റ്റേഷ്യൻ, mollusk, ഫിഷസ്, റെപ്റ്റൈൽസ്, മാമൽസ് വരെയും വരാം. ഓക്കെ, മാംഗ്രൂവ് എക്കോസിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാവുന്ന ആനിമൽ സ്പീഷീസ് അല്ലെങ്കിൽ ഫോണാസ്. അതിൽ ഫസ്റ്റ് വരുന്നത് ക്രസ്റ്റേഷ്യൻസ് ആണ്. ക്രസ്റ്റേഷ്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് സ്പീഷീസ് വൈസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിനീസ്, മൊണോഡോൺ, മെറ്റാപിനിയ സ്പീഷീസ്, മഡ് ക്രാബ്സ്, സില്ല സെറേറ്റ, അതുപോലെ തന്നെ ഫിറ്റ്ലർ ക്രാബ്സ്, യൂക്ക സ്പീഷീസ് എന്ന് പറയും. ഇവയൊക്കെ നമ്മൾ മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് ആയിട്ടുള്ള ക്രസ്റ്റേഷ്യൻ ഫോണയാണ് മാംഗ്രൂവ്സുമായിട്ട്. ഓക്കെ, ക്രസ്റ്റേഷ്യൻ ഫോണ. നെക്സ്റ്റ് ഇസ് mollusc ഫോണ. അത് ഓയിസ്റ്റേഴ്സ്, ക്ലാംസ്, കോക്കിൾസ്, ലിറ്റോറീന സ്പീഷീസ് ഒക്കെ കൂടുതലും molluscan സ്പീഷീസ് അസോസിയേറ്റഡ് വിത്ത് മാംഗ്രൂവ് എക്കോസിസ്റ്റം ആണ്. പിന്നെ ഫിഷസുകൾ ഏതൊക്കെയാണ് അസോസിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ്ലി വരുന്ന സീബാസ്, ഗ്രൂപ്പേഴ്സ്, മഡ് സ്കിപ്പേഴ്സ്, അതുപോലെ തന്നെ ആർച്ചർ ഫിഷസ് നോട്ട് ചെയ്യുക. അപ്പോൾ ഇവരുടെ നഴ്സറി ഗ്രൗണ്ട്സ് ആണ് മാംഗ്രൂവ്സ് എന്ന് പറയുന്നത് അല്ലേ. ഈ പറയുന്ന സീബാസിൻ്റെ ആണെങ്കിൽ ഗ്രൂപ്പേഴ്സിൻ്റെ, അതുപോലെ തന്നെ മഡ് സ്കിപ്പേഴ്സ് ആൻഡ് ആർച്ചർ ഫിഷസിൻ്റെ മാംഗ്രൂവ് എക്കോസിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫിഷ് ഫോണ ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇസ് റെപ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ്ലി ഏതൊക്കെ വരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെപ്റ്റൈൽ സ്പീഷീസ് ആണ് ക്രോക്കഡൈൽ സ്പോറോസിസ്, ദാറ്റ് ഇസ് വാട്ടർ ക്രോക്കഡൈൽ. പിന്നെ ടേർട്ടിൽസുകൾ, ഒലിവ് റിഡ്ലി ടേർട്ടിൽസ് മാംഗ്രൂവ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ബിഥർകണിക നമ്മൾ പറഞ്ഞു അല്ലേ, മാംഗ്രൂവ് ഹോട്ട്സ്പോട്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ഒലിവ് റിഡ്ലി ടേർട്ടിൽസ് അവൈലബിൾ ആണ്. ദെൻ ഹോക്സ്ബിൽ ടേർട്ടിൽ എന്ന് പറയുന്ന റെപ്റ്റൈലൊക്കെ മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് ആണ് മാംഗ്രൂവ് ഏരിയസുമായിട്ട്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ബേർഡ്സ് നമ്മൾ കൂടുതലും ഈ ബ്രാഹ്മിണി കൈറ്റ്, ഹിറോൺസ്, എഗ്രറ്റ്സ്, കിങ് ഫിഷേഴ്സ് ഒക്കെ അവൈലബിൾ ആണല്ലോ. അപ്പം കിങ് ഫിഷേഴ്സ് വരെ ബേർഡ്സ് അവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് മാമൽസ് ആണ്. ഫിഷിംഗ് ക്യാറ്റ്സ്, ഓട്ടേഴ്സ്, റിവർ ഡോൾഫിൻസ്, ഫ്രൂട്ട് ബാറ്റ്സ്,
റോയൽ ബംഗാൾ ടൈഗർ, സുന്ദർബൻസിലൊക്കെയാണെങ്കിൽ റോയൽ ബംഗാൾ ടൈഗർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ എക്കോസിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോണയാണ്. അപ്പം ഇതൊക്കെ മാമൽസുകളാണ്, മാമൽസുകൾ അസോസിയേറ്റഡ് വിത്ത് ദിസ് മാംഗ്രൂവ് എക്കോസിസ്റ്റം ആണ്. ഓക്കെ, ക്രസ്റ്റേഷ്യൻ, molluscans, fishes, then reptiles and birds and mammals, all these are associated and important ആയിട്ടുള്ള സ്പീഷീസ് അല്ലെങ്കിൽ ജീനസ് വരുന്നത് ഏതാണെന്നും കൂടെ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഫോണാസ് അസോസിയേറ്റഡ് വിത്ത്. ഇനി ഇപ്പോൾ ഇത്രത്തോളം എക്കോളജിക്കൽ ഇമ്പോർട്ടൻസും ക്യാരക്ടറിസ്റ്റിക്സും അഡാപ്റ്റേഷൻസും ഒക്കെയുള്ള മാംഗ്രൂവ്സ് ധാരാളം ത്രെഡ്സുകൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് ആണ്, ദേ ഹാവ് ത്രെഡ്സ് ഓൾസോ. സോ വി ഹാവ് ടു നോ അബൌട്ട് ദ ത്രെഡ്സ് ടു മാംഗ്രൂവ്സ്. എന്തൊക്കെ ത്രെഡ്സ് ആണ് മാംഗ്രൂവ്സ് ഫേസ് ചെയ്യുന്നത്? ഒരുപാട് ഫംഗ്ഷനാലിറ്റീസും അതുപോലെ തന്നെ ബെനഫിഷ്യൽ ആയിട്ടുള്ള തിങ്സും നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് മാംഗ്രൂവ്സ്. അറ്റ് ദ സെയിം ടൈം ഒരുപാട് ബയോഡൈവേഴ്സിറ്റിയും ഇവയുമായിട്ട് അസോസിയേറ്റഡ് ആണ്, നമുക്കറിയാം അല്ലേ? അപ്പോൾ അറ്റ് ദ സെയിം ടൈം ദേ ഹാവ് സർട്ടൻ ത്രെഡ്സ് ഓൾസോ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ത്രെഡ്സ് ഇസ് കോസ്റ്റൽ ഡെവലപ്മെൻറ്റ്. ഒരുപാട് കോസ്റ്റൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ഈ ഹാബിറ്ററ്റ്സ് എല്ലാം ഡിസ്ട്രോയ് ആവുന്നുണ്ട്, mangrove habitats. That's a thread. Another one is aquaculture expansion. Coastal aquaculture expansion കാരണം മാംഗ്രൂവ് ഏരിയാസ് എഫക്റ്റഡ് ആണ്. അപ്പം ഈ മാംഗ്രൂവ്സ് ഒക്കെ വെട്ടി മാറ്റിയിട്ടാണ് അവിടെ അക്വാകൾച്ചർ എക്സ്പാൻഷൻ നടക്കുന്നത്, എസ്പെഷ്യലി ഷ്രിംപ് ഫാംസ് ആൻഡ് ഓൾ. അത് ഓൾറെഡി കൺട്രോൾഡ് ആണ് CA ആക്ട് പ്രകാരം. ഓക്കെ, അപ്പോൾ എന്നിരിക്കെ പോലും ത്രെട്ടായിട്ട് വരുന്നതാണ് ഈ അക്വാകൾച്ചർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്, കോസ്റ്റൽ അക്വാകൾച്ചർ എക്സ്പാൻഷൻ. ആൻഡ് വൺ ഇസ് അർബനൈസേഷൻ. അത് ഡെവലപ്മെന്റ് എന്നുള്ള മീനിങ് തന്നെയാണ് അർബനൈസേഷൻ. ആൻഡ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, വേരിയസ് ഇൻഡസ്ട്രീസ് അവരുടെ പൊല്യൂട്ടൻസ് റിലീസ് ചെയ്യുക, ഓക്കെ, വാട്ടറിലേക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ എന്ന് പറയുന്നതും ഈ പറയുന്ന പ്ലാന്റ് കമ്മ്യൂണിറ്റീസിനെ മാംഗ്രൂവ്സുകളെ എഫക്റ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ഓയിൽ സ്പിൽസ്, ഓയിൽ ലീക്കേജ്, ഓയിൽ സ്പിൽസുകളാണെങ്കിലും എന്നുണ്ടെങ്കിലും എഫക്റ്റിംഗ് ആണ്, നമുക്ക് ത്രൈവ് ചെയ്യാൻ പറ്റത്തില്ല ഓയിൽ സ്പിൽസ് ഒക്കെ ഉള്ള ഒരു എൻവയോൺമെൻറ്റിൽ. പിന്നെ ഡീഫോറസ്റ്റേഷൻ, ഒരുപാട് ഡീഫോറസ്റ്റേഷൻ, കട്ടിങ് ഡൗൺ ഓഫ് ട്രീസ്, അങ്ങനെയുള്ളൊരു പ്രോസസ്സ് അതും എഫക്റ്റ് ചെയ്യുന്നുണ്ട് മാംഗ്രൂവ് ഫോറസ്റ്റിനെ. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, യെസ്, ക്ലൈമറ്റ് ചേഞ്ച് നമുക്കറിയാം, ഒരു ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് അഡാപ്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെയും ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാലും മാംഗ്രൂവ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത് എഫക്റ്റ് ചെയ്യും. ഓൾസോ സീ ലെവൽ റൈസ്, ഒരുപാട് സീ ലെവൽ റൈസ് വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ലാൻഡ് വേർഡ്സ് ഓണോട്ടൊക്കെയുള്ള എന്താ പറയുക സ്പീഷീസ് ഓഫ് മാംഗ്രൂവ്സുകൾക്ക് എഫക്റ്റഡ് ആവുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ത്രെഡ്സുകൾ: കോസ്റ്റൽ ഡെവലപ്മെൻറ്റ്, അർബനൈസേഷൻ, പൊല്യൂഷൻ ലെവൽസ്, ഓയിൽ സ്പിൽസ്, അതുപോലെ തന്നെ സീ ലെവൽ റൈസ്, ദെൻ ഡീഫോറസ്റ്റേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് മാംഗ്രൂവ് എക്കോസിസ്റ്റം ഇന്ന് നേരിടുന്നത്. അപ്പം കുറേയൊക്കെ നമ്മൾ റീസ്റ്റോറേഷൻ പ്രോസസ്സിലൂടെ അത് വന്നിട്ടുണ്ട്. എന്നിരിക്കൽ പോലും ഒരു കാലഘട്ടത്തിൽ മാംഗ്രൂവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ മാംഗ്രൂവ്സ് എക്കോസിസ്റ്റംസ് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള, എക്കോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള മാംഗ്രൂവ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞ ത്രെഡ്സുകളാണ് ഈ പറഞ്ഞവ. ഓക്കെ, സോ ദർ ഷുഡ് ബി കൺസർവേഷൻ മെഷേഴ്സ് ടു, റൈറ്റ്. ത്രെഡ്സുകൾ ഒരുപാടുണ്ട്. At the same time, conservation measures are also going on at international levels and also national levels. അത് എന്തൊക്കെയാണ് ആ കൺസർവേഷൻ ടൂൾസ് എന്ന് നമുക്ക് നോക്കാം. സോ ഇന്റർനാഷണൽ ലെവൽസിലുള്ള കൺസർവേഷൻ ടൂൾസ് പറയുകയാണെങ്കിൽ വൺ ഇസ് റാംസർ കൺവെൻഷൻ. വെറ്റ്ലാൻഡ്സ് അസോസിയേറ്റ് ചെയ്ത് വരുന്ന റാംസർ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്, ഇന്റർനാഷണൽ ടൂളാണ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് മാംഗ്രൂവ് എക്കോസിസ്റ്റം. ആൻഡ് ദ വൺ ഇസ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പ്രോഗ്രാം. ഓക്കെ, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പ്രോഗ്രാം ഒരു ഇമ്പോർട്ടൻറ്റ് ഇനിഷ്യേറ്റീവ് ആയിരുന്നു. ആൻഡ് ഓൾസോ IUCN കൺസർവേഷൻ ഇനിഷ്യേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ IUCNൻ്റെ കൺസർവേഷൻ ഇനിഷ്യേറ്റീവ്സ് ആണെങ്കിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പ്രോഗ്രാം, റാംസർ കൺവെൻഷൻ പോലെയുള്ള ഇന്റർനാഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഈ കൺസർവേഷന് വേണ്ടി, മാംഗ്രൂവ് കൺസർവേഷന് വേണ്ടി എക്സിസ്റ്റ് ചെയ്യുന്നവയാണ്. ഓക്കെ, അനദർ വൺ ഈസ് നേഷണൽ ലെവലിൽ നമ്മൾ ഇന്ത്യയിൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ മാംഗ്രൂവ് കൺസർവേഷൻ പ്രോഗ്രാം ഇസ് ദെയർ. ദെൻ ICZM, ഇൻ്റഗ്രേറ്റഡ് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് ഭാഗമാണ് മാംഗ്രൂവ് പ്രൊട്ടക്ഷൻ കൺസർവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ കോസ്റ്റൽ റെഗുലേഷൻ സോൺ, CRZ നോട്ടിഫിക്കേഷൻ്റെ ഭാഗമാണ്. ബിക്കോസ് CRZ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സോണേഷൻസ് വരുമ്പോൾ CRZ 1A വരുന്ന എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസിൽ വരുന്നതാണ് മാംഗ്രൂവ് കവറേജ് ഏരിയാസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ കോസ്റ്റൽ റെഗുലേഷൻസ് ഓൺ നോട്ടിഫിക്കേഷൻ ഓൾസോ ഇൻക്ലൂഡ്സ് കൺസർവേഷൻ ഓഫ് our mangrove ecosystem in India. Then NISHTI, that is Mangrove Initiative for Shoreline Habitats and Tangible Incomes 2023 ഇനിഷ്യേറ്റീവ് ആണ് NISHTI എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസർവേഷൻ മെഷറാണ് ഇന്ത്യ. മാംഗ്രൂവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്ററ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ്. ഓക്കെ,
മാക്സിമം നമ്മൾ റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. മിഷ്ടി എന്നുള്ള പ്രോഗ്രാം ഒക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് നമുക്ക് ഇന്റർനാഷണൽ ലെവൽസിൽ റാംസർ കൺവെൻഷൻ, IUCN, അതുപോലെ യുനെസ്കോ, വേൾഡ് ഹെറിറ്റേജ് പ്രോഗ്രാംസ് ഒക്കെ എക്സിസ്റ്റിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ നാഷണൽ ലെവലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, സ്പെഷ്യൽ ഫിഷർ പീപ്പിൾ കമ്മ്യൂണിറ്റി ഒക്കെ ആണെങ്കിൽ ഇതിൽ ഇൻവോൾവ് ആകുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് എക്കോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റം അല്ലെ മാംഗ്രൂവ്സ് എന്ന് പറയുന്നത്. അപ്പം അവരെ പ്രൊട്ടക്ട് ചെയ്യുക, കൺസേർവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ICSDM, CRSL, അതുപോലെ തന്നെ നാഷണൽ മാംഗ്രൂവ് കൺസർവേഷൻ പ്രോഗ്രാംസ് വിഷ്ടി 2023 ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓൾ, കമ്മ്യൂണിറ്റി ബേസ്ഡ് മാനേജ്മെന്റ് ആൻഡ് ഓൾ, വി കുഡ് റീസ്റ്റോർ ദ മാംഗ്രൂവ്സ് എന്നുള്ളതാണ്. വി ആർ ബീങ് റീസ്റ്റോറിങ് എന്നുള്ളതുമാണ്. ഓക്കെ, അതാണ് മാംഗ്രൂവ്സിൻ്റെ കൺസർവേഷൻ മെഷേഴ്സ് പറയുന്നത്. സോ അപ്പോൾ അത്രയാണ് മാംഗ്രൂവ് എക്കോസിസ്റ്റത്തിനെ പറ്റി പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റമാണ്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പല കാര്യങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കവറേജ്, ഡിസ്ട്രിബ്യൂഷന് ഗ്ലോബലി ആണെങ്കിലും നേഷണൽ ലെവലിലാണെങ്കിലും വാട്ട് ആർ ദീസ് മാംഗ്രൂവ്സ് എന്നുള്ളത്, എങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ്, എന്താണ് അവരുടെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, എങ്ങനെയുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് അവർ ത്രൈവ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ സോണേഷൻസ് ആണ് അവരിൽ വരുന്നത്, ക്ലാസിഫിക്കേഷൻ, സോണേഷൻസ് ഇൻ മാംഗ്രൂവ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് അഡാപ്റ്റേഷൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാംഗ്രൂവ്സിൽ കാണുന്ന 3 to 4 ഇമ്പോർട്ടൻ്റ് അഡാപ്റ്റേഷൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ദർ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ആർ ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു ആകെ കൂടെ പറയുകയാണെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റൽ എക്കോസിസ്റ്റമാണ്. കോസ്റ്റൽ വളരെ പ്രൊട്ടക്റ്റീവും ഇമ്പോർട്ടൻറ്റും എക്കോളജിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റമാണ്. ഓക്കെ, മാംഗ്രൂവ്സുകൾ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ they are having certain faunas associated with them. They face some challenges or threats, and that should be maximally they should be conserved regarding or considering this threats associated. Maximally the mangrove areas should be conserved. International levels and national levels നമുക്ക് അതിനെ കൺസേർവ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. Okay, so we are on to the conclusion of the session. So mangroves, they are unique coastal ecosystems that connect terrestrial and marine environments. We know that. Intertidal zones ആണ്. So they connect the terrestrial and marine environments. So they are unique coastal ecosystems only. The healthy mangrove forests directly enhance the fisheries productivity, biodiversity as well as climate resilience. Maximum ഒരു healthy mangrove forest ആണെന്നുണ്ടെങ്കിൽ they can actually directly they can influence the fisheries productivity, biodiversity as well as maximum climate mitigation strategies or climate resilience. Despite their importance, these mangroves are increasingly be threatened by human activities as well as climate change. So requiring urgent conservation efforts, restoration, community participation, sustainable coastal management and strict implementation of conservation policies are essential for their long-term survival. ഇത്രയൊക്കെയാണ് നമുക്ക് ലോങ് ടേം സർവൈവൽ ഓഫ് മാംഗ്രൂവ്സിന് വേണ്ടി ചെയ്യാൻ സാധിക്കുക. റീസ്റ്റോറേഷൻ, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് ആൻഡ് സ്ട്രിക്ട് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ കൺസർവേഷൻ പോളിസീസ്. സോ പ്രൊട്ടക്ടിംഗ് മാംഗ്രൂവ്സ് ടുഡേ ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ കോസ്റ്റൽ റെസിലിയൻസ്, ഫുഡ് സെക്യൂരിറ്റി, biodiversity conservation and climate change mitigation for the future generation. So we have to know that thing. We have to protect the mangroves maximally. Okay, that much importance is there for this particular ecosystems. So ഇത്രയാണ് മാംഗ്രൂവ്സ് ഡെഫിനിഷൻ, ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സുകൾ പറയാനുള്ളത്. സോ ഡു സ്റ്റഡി. താങ്ക് യു ഫോർ ലിസണിങ്.